പുനർജനി. റാമിൻ്റെ അച്ഛൻ്റെ മരണശേഷം വീട്ടിനകത്തും പുറത്തും ഏകാന്തത തങ്ങിക്കിടന്നു. അതുവരെ അച്ഛൻ പറഞ്ഞുകൊണ്ടിരുന്ന ഓർമ്മകളും അതിനുള്ളിലെ മനുഷ്യരും എന്നോ ഈ ഭൂമിയിൽ ഉരിഞ്ഞിട്ട രൂപം എടുത്തണിഞ്ഞുകൊണ്ട് ഓരോരുത്തരായി അച്ഛൻ്റെ മുറിവിട്ടിറങ്ങിപ്പോകുന്നതായി എനിക്ക് തോന്നി. പകലൊക്കെ വീട്ടുജോലികൾ ചെയ്തും കുഞ്ഞിനോടൊപ്പം ഇരുന്നും സമയം ചെലവഴിച്ചു. റാം ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമ്പോഴൊക്കെ മദ്യലഹരിയിലായിരുന്നു. ഏറെക്കുറെ മദ്യത്തിന് അടിമപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഞങ്ങൾ തമ്മിലുള്ള സംസാരം പോലും വിരളമായി. പല രീതിയിൽ പിന്തിരിപ്പിക്കാൻ നോക്കിയിട്ടും അതൊക്കെ വിഫലമായി. കുഞ്ഞുമായുള്ള അവിടുത്തെ ജീവിതം തീർത്തും അരക്ഷിതമായി. രാത്രി ഏതോ സമയത്ത് കയറി വരുന്ന റാമിനെ ഭയത്തോടെ മാത്രമേ കാണാൻ കഴിഞ്ഞിരുന്നുള്ളൂ. കുട്ടിക്കാലത്ത് അച്ഛനമ്മമാരുടെ വഴക്കുകൾ ഉള്ളിലെ ഭീതിപ്പെടുത്തുന്ന ഓർമ്മയായിരുന്നതിനാൽ അങ്ങനെ ഒരു മാനസികാവസ്ഥ മോൾ അനുഭവിക്കേണ്ടി വരരുത് എന്ന് കരുതി അവളുടെ മുന്നിൽ വെച്ച് ഒരു വാക്കുതർക്കത്തിനോ വഴക്കിനോ പലപ്പോഴും മുതിർന്നില്ല. കൊടിയ ദാരിദ്ര്യത്തിൻ്റെയും വേദനയുടെയും നാളുകൾ. മദ്യപിക്കാനായി വരുത്തിവെച്ച ഭീമമായ കടങ്ങൾ വീട്ടാനാവാതെ കടക്കാർ എന്നെയും വളഞ്ഞിട്ട് ആക്രമിക്കാൻ തുടങ്ങി. അവരുടെ കടുത്ത അസഭ്യങ്ങൾ കേട്ട് ആത്മാഭിമാനത്തിനേറ്റ വലിയ മുറിവും പേറി നടന്നു. ആത്മഹത്യയല്ലാതെ മുന്നിൽ മറ്റൊരു വഴിയില്ലാതായി. അല്ലെങ്കിൽ ഇവിടുത്തെ ജീവിതം മതിയാക്കി കുഞ്ഞുമായി വീട്ടിലേക്ക് പോന്നാലോ എന്ന് പലതവണ ആലോചിച്ചു. അതിനായി ശ്രമിക്കുകയും ചെയ്തു. അതൊക്കെയും റാം തടഞ്ഞു. ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കില്ല, എനിക്ക് നിങ്ങളെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് മാപ്പിരുന്നു കൊണ്ടിരുന്നു. ഒടുവിൽ ചില സുഹൃത്തുക്കളുടെ നിർദ്ദേശപ്രകാരവും അവരുടെ സഹായത്തോടെയുമാണ് റാമിനെ ഒരു ലഹരി വിമുക്ത കേന്ദ്രത്തിൽ കൊണ്ടുപോകുന്നത്. കുടുംബത്തോടൊപ്പം മാത്രമേ അവിടെ പ്രവേശനം ലഭിക്കുകയുള്ളൂ. 2.5 വയസ്സുള്ള മോളെയും ഒക്കത്തിരുത്തി ആ സ്ഥാപനത്തിൻ്റെ പടികൾ കയറുമ്പോൾ ജീവിച്ചിരിക്കുന്നു എന്നത് ഒരു നേർത്ത തോന്നൽ മാത്രമായിരുന്നു. അത്രത്തോളം ജീവച്ഛവമായി കഴിഞ്ഞിരുന്നു ഞാൻ. തികച്ചും അപരിചിതമായ ലോകം, ആദ്യമായി കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ഒരിടം. അതുവരെ ഈ സ്ഥാപനത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു. ഒരു കുന്നിന് മുകളിലായി നിൽക്കുന്ന ഓടുമേഞ്ഞ കെട്ടിടങ്ങൾ, നിറയെ മരങ്ങളും ചെടികളും നിറഞ്ഞ വിശാലമായ മുറ്റം, വളരെ ശാന്തമായ ഒരന്തരീക്ഷം. ആ സ്ഥാപനത്തിലെ പ്രധാന കെട്ടിടത്തിലേക്ക് കയറി ചെന്നപ്പോൾ അവിടെയായി നിന്ന് സ്ത്രീകളും പുരുഷന്മാരും ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു. ആ സ്ഥാപനത്തിലെ ജീവനക്കാരിലൊരാൾ അടുത്തേക്ക് വന്ന് ഓഫീസിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെട്ടു. അവിടെയുണ്ടായിരുന്ന വലിയ കണ്ണുകളും ചുരുണ്ട മുടിയുമുള്ള സുന്ദരിയായ ഒരു പെൺകുട്ടി പുഞ്ചിരിയോടുകൂടി സ്വീകരിച്ചു. ഞങ്ങളുടെ പേരും വിലാസവും എഴുതി വെച്ചു. മുൻകൂറായി പണമടച്ച ബില്ല് കയ്യിൽ തന്നിട്ട് ആ പെൺകുട്ടി റാമിനെ ചികിത്സയ്ക്കായി വന്നിട്ടുള്ളവരെ താമസിപ്പിച്ചിരിക്കുന്ന കെട്ടിടത്തിലേക്കും എന്നെയും കുഞ്ഞിനെയും മദ്യപാനികളായവരുടെ ഭാര്യമാർ താമസിക്കുന്ന മറ്റൊരു കെട്ടിടത്തിലേക്കും കൊണ്ടുപോയി. അവിടെ ഒരു കട്ടിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ പെൺകുട്ടി പറഞ്ഞു, ഇതാണ് നിങ്ങളുടെ കട്ടിൽ, ബാഗ് അവിടെ വെച്ചോളൂ. ഞാൻ ആ മുറിയാകെ നിരീക്ഷിച്ചു. ഏകദേശം 20ഓളം കട്ടിലുകൾ നിരത്തിയിട്ടിരിക്കുന്ന ഒരു മുറിയായിരുന്നു അത്. ഈ മുറിയിൽ എങ്ങനെയാണ് ഇനിയുള്ള ദിവസങ്ങൾ കഴിയേണ്ടതെന്നോർത്തപ്പോൾ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. എന്നെയും കുഞ്ഞിനെയും കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചില സ്ത്രീകൾ അടുത്തേ വന്ന് പരിചയപ്പെട്ടു. ഭർത്താക്കന്മാരുടെ മദ്യപാനം കൊണ്ട് ജീവിതം നെടുകെ പിളർന്ന സ്ത്രീകളുടെ നിസ്സഹായത അവരോരോരുത്തരുടെയും കണ്ണുകളിൽ തുളുമ്പി നിൽക്കുന്നുണ്ടായിരുന്നു. ജീവിതത്തെ തിരിച്ചു പിടിക്കാനുള്ള അവസാനത്തെ പ്രതീക്ഷ എന്നോണം അവിടെ എത്തിപ്പെട്ടവരാണ് എല്ലാവരും. തുണികളടങ്ങിയ ബാഗ് കട്ടിലിനരികിൽ വെച്ച ശേഷം കുഞ്ഞിനെയും എടുത്ത് വരാന്തയിലെ കസാരയിൽ വന്നിരുന്നു. ശരീരത്തിനും മനസ്സിനും താങ്ങാനാവുന്നതിലധികം ഭാരം അനുഭവപ്പെട്ടു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആ ഇരിപ്പ് കണ്ടിട്ടാവണം അതിസുന്ദരിയായ ഒരു സ്ത്രീ അടുത്തേക്ക് വന്നു. അവരുടെ പേര് സുനിത എന്നായിരുന്നു. കുഞ്ഞിൻ്റെ കവിളിൽ പിടിച്ചും മുടിയിൽ തലോടിയും കൊണ്ട് അവർ പറഞ്ഞു, സാരമില്ലേ രമ്യ, ആദ്യത്തെ ദിവസം ഞാനും ഇതുപോലെയായിരുന്നു. പക്ഷേ ചേട്ടനിപ്പോൾ പൂർണ്ണമായും മാറി. പഴയ ജീവിതം തിരിച്ചു കിട്ടിയ പോലെ തോന്നുന്നുണ്ട്. അവരുടെ കണ്ണുകളിലെ തിളക്കം ഒരു നിമിഷം സന്തോഷിപ്പിച്ചു. ഞാൻ അവരോട് ചോദിച്ചു, എത്ര നാളായി ഇവിടെ വന്നിട്ട്? ഇന്നേക്ക് 20 ദിവസമായി. ഇന്നിപ്പോൾ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് ഓർത്ത് ചേട്ടന് നല്ല സങ്കടമുണ്ട്. എന്നോട് പലയാവർത്തി ക്ഷമ പറയുകയും ചെയ്തു. ഞങ്ങളുടെ വീട് തൃശ്ശൂരാ. ചേട്ടനൊക്കെ വലിയ തറവാട്ടുകാരാ. പറഞ്ഞിട്ടെന്താ, കൈവിട്ടു പോയില്ലേ? ബിസിനസ് തകർന്നത് കാരണം കടം കയറിയപ്പോൾ സങ്കടം മാറാൻ കള്ളുകുടി തുടങ്ങിയതാ. അങ്ങനെയാ ഇവിടെ എത്തിയത്. രമ്യക്കറിയോ, കല്യാണം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞപ്പോൾ തൊട്ട് തുടങ്ങിയ കുടിയാ. ഞങ്ങൾക്കാണേൽ കുട്ടികളുമില്ല. എന്നും വൈകിട്ട് കുടിച്ചിട്ട് വന്ന് വഴക്ക് കൂടും. എന്നെ അടിക്കും. അടിയെന്ന് പറഞ്ഞാൽ മൂക്കിന്നും വായിന്നുമൊക്കെ ചോര ചീറ്റും.
പല പ്രാവശ്യവും ആശുപത്രിയിൽ കിടത്തിയിട്ടുണ്ട്. അങ്ങേരുടെ അടികൊണ്ട് ഒടിയാൻ ഒരെല്ലും കഷ്ണം ശരീരത്തിൽ ഇനി ബാക്കിയില്ല. ഇതൊക്കെ കുടിച്ചു കഴിയുമ്പോഴേ ഉള്ളൂ കേട്ടോ. അല്ലാത്തപ്പോൾ ആള് പാവമാ. ഞാൻ എന്ത് പറഞ്ഞാലും വാങ്ങിത്തരും. എന്നെ എല്ലായിടത്തും കൊണ്ടുപോകും. അവരുടെ വാക്കുകൾ അതിശയത്തോടെയാണ് കേട്ടിരുന്നത്. ഇത്രയൊക്കെ ഉപദ്രവിച്ചിട്ടും എല്ല് നുറുകെ അടിച്ചിട്ടും ഇപ്പോഴും അവരയാളെ സ്നേഹിക്കുന്നു. അയാൾ പാവമാണെന്ന് പറയുന്നു. അവരുടെ വാക്കുകൾ ദഹിക്കാതെ ഉള്ളിൽ കിടന്ന് തികട്ടി. ഇതിലാരാണ് ശരിക്കുമുള്ള രോഗി? മദ്യത്തിനടിമപ്പെട്ട അയാളാണോ, അയാളോടുള്ള സ്നേഹത്തിനടിമപ്പെട്ട ആ സ്ത്രീയാണോ എന്നോർത്തു. സത്യത്തിൽ മദ്യം പോലെ തന്നെ സ്നേഹമെന്നതും ഒരു ലഹരിയാണല്ലോ. സ്വയം ഇല്ലാതായിക്കൊണ്ട് ഒരാൾക്ക് മേൽ അത്രയും അടിമപ്പെട്ടു പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാനും അതേ രോഗി തന്നെയാണല്ലോ. ഈ ഭൂമിയിൽ സ്നേഹത്തിനടിമപ്പെട്ട എല്ലാ സ്ത്രീകളും ചികിത്സിക്കപ്പെടേണ്ടതുണ്ട്. അതിനിടയിൽ ആരൊക്കെയോ വന്ന് സംസാരിക്കുകയും പരിചയപ്പെടുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അവശയായ എന്നെയും കൈക്കുഞ്ഞിനെയും കണ്ടതുകൊണ്ടാകാം അവരെല്ലാവരും സഹതാപത്തോടെ നോക്കിക്കൊണ്ടിരുന്നു. കുഞ്ഞിനെ മടിയിലിരുത്തിക്കൊണ്ട് ചുറ്റുവട്ടമൊക്കെ നോക്കി. ഒരു കുന്നിൻ്റെ മുകളിലായാണ് ഈ കെട്ടിടമെല്ലാം സ്ഥിതി ചെയ്തിരുന്നത്. അതിനു മുന്നിൽ മനോഹരമായ പൂന്തോട്ടവും താമരക്കുളവും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ ഏറ്റവും കൂടുതലായി ഉണ്ടായിരുന്നത് പാരിജാത ചെടിയും പനിനീർ ചെമ്പകവും പല നിറങ്ങളിലുള്ള ഉഷമലരികളുമായിരുന്നു. പൂഴി വിരിച്ച മുറ്റത്തിൻ്റെ ഒത്തനടുക്കായി ഒരു പേരാൽ മരവും ഉണ്ടായിരുന്നു. അതിൽ നിന്നും തൂങ്ങിക്കിടക്കുന്ന പേരാൽ വള്ളികൾക്ക് താഴെ തടിയിൽ തീർത്ത ഇരിപ്പിടങ്ങളുണ്ടായിരുന്നു. അതിനിടയിലൂടെ അരയന്നങ്ങളെപ്പോലെ നടന്നു നീങ്ങുന്ന വാർത്തകൾ. അതിമനോഹരമായിരുന്നു ആ കാഴ്ച. ലഹരി വിമുക്ത കേന്ദ്രമെന്ന് കേൾക്കുമ്പോഴുള്ള ഭീകരതയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരാശ്രമ അന്തരീക്ഷമായിരുന്നു അത്. സ്ത്രീകൾക്ക് താമസിക്കാനുള്ള കെട്ടിടത്തിൻ്റെ വരാന്തയുടെ ഒരരികിലിരുന്ന് സ്ത്രീകൾ പച്ചക്കറികൾ അരിഞ്ഞുകൊണ്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇനിയുള്ള കുറേ ദിവസങ്ങളിൽ ഇവരോടൊപ്പമാണ് ഉണ്ണുകയും ഉറങ്ങുകയും ചെയ്യേണ്ടത്. പല സ്ഥലങ്ങളിൽ നിന്നും വന്ന സ്ത്രീകൾ, പലതരം ശാരീരിക മാനസിക ആഘാതങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നവർ. അവരുടെ ആത്മാവിൻ്റെ ചൂട് അവിടമാകെ കെട്ടിക്കിടന്നു. റാൻ താമസിക്കുന്ന കെട്ടിടത്തിൽ ഏകദേശം 20ഓളം പുരുഷന്മാരായിരുന്നു ചികിത്സയ്ക്കായിട്ടുണ്ടായിരുന്നത്. അതിനരികിലായുള്ള മറ്റൊരു കെട്ടിടത്തിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. ആ കെട്ടിടത്തിൻ്റെ വരാന്തയിൽ നിന്ന് കിഴക്കോട്ട് നോക്കിയാൽ അതിമനോഹരമായ ഒരു തടാകം കാണാം. അതിന് ചുറ്റുമുള്ള പൊന്തക്കാടുകളിൽ മഞ്ഞയും ചുവപ്പും ഇളം നീലയും നിറങ്ങളിൽ പേരറിയാ പൂക്കൾ വിടർന്നു നിന്നിരുന്നു. പ്രകൃതി ഭംഗി കൊണ്ട് ഏറെ ആകർഷണീയമായ സ്ഥലമായിരുന്നു അത്. അത്രയും ശാന്തമായ ഒരിടത്തിൻ്റെ ഭീകരമുഖം അന്ന് വൈകിട്ടായിരുന്നു മനസ്സിലായത്. ഏകദേശം 7 മണിയോടുകൂടി പ്രധാന കവാടത്തിൻ്റെ അരികിലായി കാണുന്ന വിശാലമായ ഹാളിൽ ചികിത്സയ്ക്കായെത്തിയ മദ്യപാനികളായ ആളുകളുടെയും അവരുടെ ഭാര്യമാരുടെയും ഒപ്പം ഞാനും റാമും ഇരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ കറുത്ത് മെലിഞ്ഞ് നല്ല പൊക്കമുള്ള ഏകദേശം 60 വയസ്സ് പ്രായം തോന്നിപ്പിക്കുന്ന ഒരാൾ ഹാളിനുള്ളിലേക്ക് പ്രവേശിച്ചു. വെള്ളമുണ്ടും ഷർട്ടുമായിരുന്നു അദ്ദേഹം ധരിച്ചിരുന്നത്. അതിന് മുകളിലൂടെ തവിട്ട് നിറത്തിലുള്ള ഒരു ഷാളും പുതച്ചിരുന്നു. അദ്ദേഹമായിരുന്നു ആ സ്ഥാപനത്തിൻ്റെ ഉടമയായ ജോസഫ് എന്ന മനുഷ്യൻ. ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗവും മദ്യത്തിനടിമപ്പെട്ട് ജീവിച്ചു. ഒടുവിൽ കരളിനെ ക്യാൻസർ ബാധിച്ച ശേഷം മനമാറ്റമുണ്ടാവുകയും മദ്യപാനികളായ ആളുകളെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായി ഒരു സ്ഥാപനം ആരംഭിക്കുകയും ചെയ്തു. ആ സ്ഥാപനത്തിൽ വന്ന നിരവധി മദ്യപാനികൾക്ക് മദ്യവിമുക്തമായ ഒരു പുനർജന്മം നൽകാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ കണ്ടാൽ ഒരു ക്യാൻസർ രോഗിയുടെ അവശതകളൊന്നുമില്ലായിരുന്നു. അത്രമാത്രം ഊർജ്ജസ്വലതയും ആത്മവിശ്വാസവും തുളുമ്പുന്ന മനോഭാവമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ഏകദേശം 45ഓളം ആളുകളിരിക്കുന്ന ആ വലിയ ഹാളിൻ്റെ ഏറ്റവും മുന്നിൽ ഞങ്ങൾക്ക് അഭിമുഖമായി അദ്ദേഹമിരുന്നു. അന്ന് പുതുതായി വന്നത് ഞങ്ങളും പാലക്കാട്ടുകാരായ മറ്റൊരു കുടുംബവുമായിരുന്നു. പുതിയ ആളുകളായിരുന്നതിനാൽ മുൻനിരയിലായിരുന്നു ഇരുന്നത്. റാമിനോട് അദ്ദേഹം കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. റാം അതിന് എന്തൊക്കെയോ മറുപടി പറയുകയും ചില ചോദ്യങ്ങളോട് മൗനം പാലിക്കുകയും ചെയ്തു. ഒരു മദ്യപാനിയെയും അയാളുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യരെയും അവരനുഭവിക്കേണ്ടി വരുന്ന മാനസിക സംഘർഷങ്ങളെയും കുറിച്ച് ജോസഫ് മാഷ് വാചാലനായി. മുൻകാലങ്ങളിൽ അദ്ദേഹം ജീവിച്ച ഒരു കുടിയൻ്റെ ജീവിതത്തെയും അതുമൂലം നേരിടേണ്ടി വന്ന അനുഭവങ്ങളെയും ഉദാഹരണമായി വിവരിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരുന്നു. ആ നിമിഷം നെടുവീർപ്പുകൾ കൊണ്ട് നിർമ്മിച്ച ഒരിടമായി ആ മുറി അനുഭവപ്പെട്ടു. ഇതൊന്നും അറിയാതെ കുഞ്ഞ് മാറോട് ചേർന്ന് ഉറങ്ങുകയായിരുന്നു. ആ സമയം പെട്ടെന്നൊരു അലർച്ച കേട്ട് ഞങ്ങളെല്ലാവരും പുറത്തേക്ക് നോക്കി. 4-5 പേർ ഒരാളെ കെട്ടിവരിഞ്ഞു കൊണ്ടുവരുന്നതായിരുന്നു കണ്ടത്. ഏകദേശം 20-21 വയസ്സ് തോന്നുന്ന
ഒരാൺകുട്ടിയെ കടുത്ത മദ്യലഹരിയിൽ അക്രമാസക്തമായതോടെ കെട്ടിയിട്ട് കൊണ്ടുവരികയായിരുന്നു. അവൻ അലറിക്കരയുകയും കൈകാലുകളിട്ടടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. മെലിഞ്ഞ ഒരു സ്ത്രീ അവൻ്റെ അടുത്ത് നിന്ന് കരയുന്നുണ്ടായിരുന്നു. അതവൻ്റെ അമ്മയായിരുന്നു. ജോസഫ് സാറിൻ്റെ നിർദ്ദേശപ്രകാരം അവൻ്റെ ശരീരത്തിലെ ലഹരി ഇറങ്ങുന്നതുവരെ അവനെ കൈകാലുകൾ ബന്ധിച്ച് മുറുക്കുള്ളിൽ പൂട്ടിയിടുകയായിരുന്നു. അലർച്ചയും അസഭ്യവർഷവും അവിടമാകെ മുഴങ്ങിക്കൊണ്ടിരുന്നു. ഞാൻ ഭയന്ന് ചെവികൾ പൊത്തി കുനിഞ്ഞിരുന്നു. പിന്നിലിരുന്ന സ്ത്രീ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു, രമ്യ, ഇത് ആദ്യ ദിവസമായതുകൊണ്ടാ ഇവിടെ ഇത് പതിവാ. ഞങ്ങളിത് സ്ഥിരം കാണുന്നതല്ലേ. അപ്പോഴാണ് ശരിക്കും ഞങ്ങൾ നിൽക്കുന്ന ആ അന്തരീക്ഷത്തിൻ്റെ ഭീകരത മനസ്സിലായത്. ലഹരിക്കടിമപ്പെട്ട് പലതരത്തിലുള്ള മാനസിക വിഭ്രാന്തിയുള്ള മനുഷ്യരോടൊപ്പമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഇടപഴകേണ്ടതെന്നോർത്തപ്പോൾ ഭയം ഇരട്ടിച്ചു. ഏകദേശം 3 മണിക്കൂറോളം നീണ്ടുനിന്ന ജോസഫ് സാറിൻ്റെ സംസാരത്തിന് ശേഷം അദ്ദേഹം സ്ഥാപനത്തിനടുത്തുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ഞങ്ങളെല്ലാവരും അത്താഴം കഴിഞ്ഞ് കട്ടിലുകളിൽ ഉറങ്ങാൻ കിടന്നു. അന്ന് പുതുതായി വന്ന പാലക്കാട്ടുകാരനായ അലിയുടെ ഭാര്യ അവളുടെ 9 മാസം പ്രായമുള്ള കുഞ്ഞുമായി അടുത്ത കട്ടിലിലായിരുന്നു കിടന്നത്. അവൾ ഒരുപാട് സംസാരിക്കുന്ന പെൺകുട്ടിയായിരുന്നു. പരിചയപ്പെട്ടുകൊണ്ട് നിർത്താതെ സംസാരിക്കുന്നതിനിടയിൽ കട്ടിലിനരികിൽ വെച്ചിരിക്കുന്ന തൊട്ടിൽ വിടർത്തി അവളുടെ കുഞ്ഞിനെ അതിൽ കിടത്തി. കൂടെ കിടക്കുന്ന എൻ്റെ കുഞ്ഞിനെയും തൊട്ടിലിൽ കിടക്കുന്ന അവളുടെ കുഞ്ഞിനെയും മാറി മാറി നോക്കി. എത്ര നിർഭാഗ്യവതികളായ കുട്ടികളാണ് അവരെന്നോർത്ത് നെഞ്ചു വിങ്ങി. കുഞ്ഞിനെ കിടത്തിയ ശേഷം കട്ടിലിലിരുന്ന് അവളെന്നെ നോക്കി ചിരിച്ചു. കുട്ടിത്തം വിട്ടുമാറാത്ത മുഖവും നിഷ്കളങ്കമായ ചിരിയും കണ്ണുകളുമുള്ള അവളുടെ പേര് സജ്ന എന്നായിരുന്നു. അവളുടെ കൊഞ്ചിയുള്ള വർത്തമാനം കൗതുകത്തോടെ കേട്ടിരുന്നു. എന്നാൽ ഈ ചെറുപ്രായത്തിൽ അവൾ അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങൾ കേട്ട് ഹൃദയം പൊട്ടിത്തെറിച്ചു. 24 വയസ്സ് മാത്രം പ്രായമുള്ള അവൾ 4 കുട്ടികളുടെ അമ്മയായിരുന്നു. 4ാമത്തെ കുഞ്ഞായിരുന്നു തൊട്ടിലിൽ ഉറങ്ങിക്കിടക്കുന്ന 9 മാസം പ്രായമുള്ള പാത്തു. ചെറുപ്പത്തിലെ ഉമ്മ നഷ്ടപ്പെട്ട സജ്നയെ പ്രായപൂർത്തിയാകും മുമ്പേ അവളുടെ ഉപ്പയും രണ്ടാനമ്മയും ചേർന്ന് വിവാഹം ചെയ്തു വിട്ടു. വിവാഹം കഴിഞ്ഞ് കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് അവളുടെ ഭർത്താവ് കടുത്ത മദ്യപാനിയാണെന്നത്. അതിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങിയതോടെ അയാൾ അവളെ ക്രൂരമായി ഉപദ്രവിക്കാൻ തുടങ്ങി. അവളുടെ ശരീരാവയവങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടും മുറിവുകൾ ഉണ്ടാക്കിക്കൊണ്ടുമായിരുന്നു അവളുടെ മേലുള്ള അയാളുടെ ലൈംഗിക വൈകൃതങ്ങൾ നടത്തിയിരുന്നത്. നിസ്സഹായയായ അവൾ ഒരു മിണ്ടാപ്രാണിയെപ്പോലെ എല്ലാം സഹിച്ചുകൊണ്ട് അവിടെ കഴിഞ്ഞുകൂടി. അതിനിടയിൽ 4 കുട്ടികളെയും പ്രസവിച്ചു. ലഹരിക്കടിമപ്പെട്ട അയാൾ കുട്ടികളെ വരെ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോഴാണ് അടുത്ത ചില ബന്ധുക്കളുടെ തീരുമാനപ്രകാരം ഈ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരുന്നത്. തൻ്റെ 3 കുട്ടികളെ അയാളുടെ ഉമ്മയെ ഏൽപ്പിച്ച ശേഷം അവളുടെ കൈക്കുഞ്ഞുമായി അയാളോടൊപ്പം പോരുകയായിരുന്നു. ഇങ്ങോട്ട് വരുന്നതിൻ്റെ തലേദിവസം വരെ അയാൾ മർദ്ദിച്ച പാടുകൾ അവളുടെ വെളുത്ത് തുടുത്ത ശരീരത്ത് അവിടെ ഇവിടെയായി തിണർത്ത് കിടന്നിരുന്നത് കണ്ണുനീരോടെ അവൾ കാണിച്ചു തന്നു. രക്തം കല്ലിച്ച് നീലിച്ച പാടുകൾ കണ്ട് സങ്കടവും അതിലുപരി അയാളോടുള്ള ദേഷ്യവും എന്നിലിരമ്പി. അന്ന് രാത്രി ഉറങ്ങാനേ കഴിഞ്ഞില്ല. അടങ്ങാത്ത സങ്കടക്കടലിൽ മുങ്ങിത്താണുകൊണ്ടിരുന്നു. ഇനി അങ്ങോട്ടുള്ള രാത്രികളിൽ എനിക്ക് ഉറങ്ങാനേ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞു. ഈ മുറിക്കുള്ളിൽ ഉറങ്ങുന്ന ഓരോ സ്ത്രീയും ഓരോ ദുരന്തം പേറുന്നവരാണ്. അവരെയൊക്കെ അടുത്തറിയുമ്പോൾ, അവരുടെ കഥകൾ കേൾക്കുമ്പോൾ അതിനെയൊക്കെ എങ്ങനെ അതിജീവിക്കുമെന്ന് ഓർത്തുകൊണ്ടിരുന്നു. സങ്കടങ്ങളുടെ മഹാസമുദ്രങ്ങൾ പേറി തളർന്നുറങ്ങുന്ന ഈ പാവം സ്ത്രീകൾക്കും അവരെ ഓർത്ത് ഉറങ്ങാതിരുന്ന എന്നെയും ഈ രാത്രിക്ക് താങ്ങാൻ പറ്റാത്തതുകൊണ്ടാവാം ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ നേരം പുലർന്നിരുന്നു. എല്ലാവരും ഉറക്കമാണ്. പുറത്തെ വരാന്തയിൽ വന്നിരുന്നു. മുറ്റത്തെ പാരിജാത ചെടികളിൽ 1-2 പൂക്കൾ വിടർന്നു നിൽക്കുന്നുണ്ടായിരുന്നു. പൂഴി വിരിച്ച നിലത്ത് പനിനീർ ചെമ്പകങ്ങൾ പൊഴിഞ്ഞു കിടന്നിരുന്നു. കിഴക്കേതോ തടാകം ചലനമറ്റ് കിടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ കരയിലെ പൊന്തക്കാടുകൾക്കിടയിൽ കൂറ്റം വാഗമരം പൂവിട്ട് തുടങ്ങിയിരുന്നു. ഈ സ്ഥാപനം നിൽക്കുന്ന കുന്നിന് താഴെയായി ഒരു മുളങ്കാടുണ്ടായിരുന്നു. അതിനരികിലായി ഒരു പ്രതിമയും. പാമ്പ് ചുറ്റുവരിഞ്ഞിരിക്കുന്ന ഒരു സ്ത്രീയുടെ പ്രതിമയായിരുന്നു അത്. എന്താവാം അങ്ങനെയൊരു പ്രതിമ ഇവിടെ സ്ഥാപിക്കാൻ കാരണമെന്ന് ഞാൻ ആലോചിച്ചു. മദ്യപാനിയായ മനുഷ്യരോടൊപ്പം ജീവിക്കുന്ന സ്ത്രീകൾ ലഹരിയുടെ നാഗത്താൽ ചുറ്റപ്പെട്ട് മരണത്തിനും ജീവിതത്തിനുമിടയിലൂടെ നീങ്ങുന്നവരായിരിക്കുമല്ലോ. അതാവും ഈ പ്രതിമയുടെ അർത്ഥമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പിന്നിൽ നിന്നൊരു വിളി കേട്ട് തിരിഞ്ഞു നോക്കി. ആഹാ, രമ്യ നേരത്തെ ഉണർന്നു. ആ മുറിയിലുണ്ടായിരുന്ന മറ്റൊരു സ്ത്രീയായിരുന്നു അത്. ഞാൻ അവരെ നോക്കി ചിരിച്ചു. അടുത്ത് കിടന്ന ഒരു കസേരയിലിരുന്നു കൊണ്ട് അവർ പറഞ്ഞു, ഇന്നലെ വിശദമായി പരിചയപ്പെടാൻ കഴിഞ്ഞില്ല. എൻ്റെ പേര് സരിത. ഞങ്ങൾ മലപ്പുറംകാരാ. അവർ പറഞ്ഞത് കേട്ടിരുന്നതേയുള്ളൂ. കൂടുതലൊന്നും ചോദിക്കാൻ ഞാൻ മുതിർന്നില്ല. ഇന്നലെ കേട്ട സജനയുടെ കഥ
തലയിൽ കിടന്ന് തിളയ്ക്കുന്നത് കാരണം ഇനിയൊരു സ്ത്രീയുടെ വേദന കൂടി കേൾക്കാനുള്ള ശക്തി എനിക്കില്ലായിരുന്നു. റാം താമസിക്കുന്ന കെട്ടിടത്തിൻ്റെ മുന്നിൽ നിന്ന് അവിടുത്തെ ജീവനക്കാരിലൊരാൾ മുറ്റം തൂക്കുന്നുണ്ടായിരുന്നു. പൊടികളും കരിയിലകൾക്കുമിടയിൽ അയാളുടെ മുഖം അവ്യക്തമായിരുന്നു. പിന്നെയും എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് ഞാൻ അവിടെ തന്നെ ഇരുന്നു. അരമണിക്കൂറിനുള്ളിൽ അവിടമാകെ സജീവമായി. റാം അടക്കമുള്ള ആളുകൾക്ക് രാവിലെ മുതൽ ധ്യാനവും വ്യായാമവും പിന്നെന്തൊക്കെയോ ആയുർവേദ മരുന്നുകളും ഒക്കെയുള്ള ദിനചര്യയായിരുന്നു. പകൽ നേരങ്ങളിൽ സ്ത്രീകൾ സങ്കടങ്ങൾ പങ്കിടും. അടുക്കളയിൽ പച്ചക്കറികൾ അരിഞ്ഞും മുറ്റത്തെ പേരാൽ തറയിലിരുന്ന ജീവിതം പറഞ്ഞും അവർ കരഞ്ഞു. മഹാസങ്കടങ്ങൾ പേറിയ കുന്നിൻ മുകളിലിരുന്ന സ്ത്രീകൾ പരസ്പരം അവരുടെ ആത്മാവിൻ്റെ വേവിനെ ആർത്തി തണുപ്പിച്ചുകൊണ്ടിരുന്നു. തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കൂടുതൽ മദ്യപാനികളെയും അവരോടൊപ്പമുള്ള സ്ത്രീകളെയും അടുത്തറിഞ്ഞുകൊണ്ടിരുന്നു. ദിവസങ്ങളും ആഴ്ചകളും കഴിഞ്ഞു. എൻ്റെയും സജനയുടെയും കുട്ടികൾക്ക് എല്ലാവരും അമ്മമാരായി. അവരുടെ മക്കളെപ്പോലെ തന്നെ അവർ കുഞ്ഞുങ്ങളെയും താലോചിച്ചു. അവരുടെ സങ്കടങ്ങൾ എൻ്റേതും കൂടിയായി. കവിയാണെന്ന് അറിഞ്ഞതോടുകൂടി ജോസഫ് സാർ എന്നോട് കൂടുതൽ സൗഹൃദം പുലർത്തി. എന്നോട് കവിതകളെക്കുറിച്ചും പുസ്തകങ്ങളെക്കുറിച്ചും വാചാലനായി. എനിക്ക് വായിക്കാൻ അദ്ദേഹം പുസ്തകങ്ങൾ തന്നു. വലിയ സങ്കടങ്ങൾക്കിടയിൽ ചെറിയ സന്തോഷങ്ങൾ കുമിളകൾ പോലെ വന്ന് പൊട്ടിച്ചിതറി. എല്ലാ ദിവസവും വൈകിട്ട് അദ്ദേഹം കൊടുക്കുന്ന ക്ലാസ് റാമിനെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു അവിടെ ചികിത്സയ്ക്കെത്തിയ മറ്റു മദ്യപാനികളുടേതെന്ന് അവരുടെ ഭാര്യമാരിൽ നിന്ന് എനിക്ക് മനസ്സിലായി. എന്നാലും ഓരോ ദിവസവും വന്നു ചേരുന്ന കുടിയന്മാരുടെ ഭാര്യമാരും അമ്മമാരും അവരനുഭവിക്കുന്ന വേദനകളും എന്നെ പിച്ചു ചീന്തിക്കൊണ്ടിരുന്നു. അതിനിടയിൽ മാനസിക ശാരീരിക ആരോഗ്യം ആകെ നശിച്ചിരുന്നു. ഭാരം കുറഞ്ഞു. ഇടയ്ക്കിടെ വരുന്ന ശ്വാസം മുട്ടൽ അവശയാക്കി. എങ്കിലും അവിടെയുള്ള മറ്റ് സ്ത്രീകളുടെ വേദനകൾ കണ്ട് വേദനകളെ ഞാൻ മറികടന്നു. ഏകദേശം 3 ആഴ്ച പിന്നിട്ട ഒരു ദിവസം ഉച്ച കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ ഓടിക്കിതച്ചുകൊണ്ട് സ്ഥാപനത്തിലേക്ക് വന്നു. അവർ വരാന്തയിലെത്തിയതും കുഴഞ്ഞു വീഴുകയായിരുന്നു. അവരുടെ നെറ്റിയിൽ നിന്ന് ചോര ഒലിച്ചിറങ്ങി മുഖത്താകെ പടർന്നിരുന്നു. തീരെ അവശയായ അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. കുടിക്കാൻ വെള്ളം കൊടുത്തു. കാര്യം അന്വേഷിച്ചപ്പോൾ അവരുടെ ഭർത്താവ് ഉപദ്രവിച്ചതാണെന്ന് ആ സ്ത്രീ പറഞ്ഞു. അവിടുത്തെ ജീവനക്കാർ അവരെ അകത്തേക്കിരുത്തി മുറിവിൽ മരുന്ന് വെച്ച് കെട്ടി. നിമിഷങ്ങൾക്കകം ഒരാളെ കൈകാലുകൾ ബന്ധിച്ച് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അയാൾ കുതിറി ഓടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. 4-5 പേര് ചേർന്ന് പിടിച്ചിട്ടും അയാൾ അടങ്ങി നിൽക്കുന്നുണ്ടായിരുന്നില്ല. അല്പം മുമ്പ് ചോരയിൽ കുളിച്ചു വന്ന സ്ത്രീയുടെ ഭർത്താവായിരുന്നു അത്. മദ്യലഹരിയിൽ അവരെ അതിക്രൂരമായി മർദ്ദിക്കുന്നത് കണ്ട നാട്ടുകാർ അയാളെ ബന്ധിച്ചു കൊണ്ടുവന്നതായിരുന്നു. പങ്കാളിയോടൊപ്പം മാത്രമേ ഈ സ്ഥാപനത്തിൽ പ്രവേശനമുള്ളൂ എന്നതുകൊണ്ട് അവശയായ ആ പാവം സ്ത്രീയും കൂടെ വന്നതാണ്. അവരെ ഞങ്ങൾ സ്ത്രീകൾ താമസിക്കുന്ന കെട്ടിടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അവിടെ ഒരു കട്ടിലിൽ കിടത്തി. ക്രൂരമായ ആക്രമണത്താൽ അവരുടെ മുൻനിരയിലെ 1-2 പല്ലുകൾ ഇളകിപ്പോയിരുന്നു. കൈത്തണ്ടയിലും കഴുത്തിലും ആഴത്തിൽ കടിയേറ്റിരുന്നു. അവരുടെ ഭർത്താവിൻ്റെ പല്ലിൻ്റെ പാടുകൾ അവിടെ പതിഞ്ഞു കിടന്നിരുന്നു. ആ കാഴ്ച താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അവരോട് പലതും ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ സംസാരിക്കാൻ പറ്റിയ അവസ്ഥയിലായിരുന്നില്ല ആ സ്ത്രീ. അല്പം കഴിഞ്ഞപ്പോൾ അവരെ അവിടുത്തെ ജീവനക്കാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. എത്ര തരം സ്ത്രീ ജീവിതങ്ങളാണ് ഈ ലോകത്ത്! അധികാരത്തിൻ്റെയും അടിമത്തത്തിൻ്റെയും ഒക്കെ ക്രൂരമായ മുഖങ്ങൾ. അവിടെ പിടിഞ്ഞില്ലാതാവുന്ന നിസ്സഹായത നിറഞ്ഞ സ്ത്രീ ജീവിതങ്ങൾ. ഈ ലോകത്തോടെ എനിക്ക് വെറുപ്പ് തോന്നി. ഇവിടെ വന്നതിന് ശേഷം 3 ആഴ്ച പിന്നിടുമ്പോൾ ഞാൻ കണ്ട സ്ത്രീകൾ അവരനുഭവിക്കുന്ന പൊള്ളുന്ന ജീവിതം ഈ ഭൂമിയിലുള്ള ഏത് അഗ്നിപർവ്വതത്തേക്കാൾ തിളച്ചു മറിയുന്നതാണ്. ഇടയ്ക്കിടെ ജോസഫ് സാർ മദ്യപാനികളായ എല്ലാവരുടെയും ഭാര്യമാരുമായി സംസാരിക്കുകയും അവർക്ക് വേണ്ട കൗൺസിലിങ്ങുകൾ കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം എൻ്റെ ഊഴവുമെത്തി. ഞങ്ങൾ താമസിക്കുന്ന സ്ഥാപനത്തിൻ്റെ അടുത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്. ഞാൻ അവിടേക്ക് ചെന്നു. ഞാനും സജനയും വേറെ 2 സ്ത്രീകളും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ആദ്യം സംസാരിക്കാനായി സജനയായിരുന്നു വിളിപ്പിച്ചത്. അവളോട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ വീടിൻ്റെ പുറത്ത് കാത്തിരുന്നു. ഏകദേശം 1.5 മണിക്കൂറിന് ശേഷം എൻ്റെ പേര് വിളിച്ചു. അകത്തേക്ക് ചെന്നു. ചിരിച്ചുകൊണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, "ഇരിക്കൂ രമ്യ." ഞാൻ അദ്ദേഹത്തിന് അഭിമുഖമായി ഇരുന്നു. കവിതയെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചുമായിരുന്നു ആദ്യം എന്നോട് സംസാരിച്ചത്. ഇഷ്ടമുള്ള വിഷയങ്ങളായിരുന്നതിനാൽ ഞാനും വാചാലിയായി. പിന്നീട് റാമിനെക്കുറിച്ചായി സംസാരം. വീട്ടിൽ പോയതിനു ശേഷം മദ്യത്തിൽ നിന്ന് വിമുക്തനായ ഒരാൾക്ക് കൊടുക്കേണ്ട പരിഗണനയെക്കുറിച്ചും കരുതലിനെക്കുറിച്ചുമൊക്കെ അദ്ദേഹം എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്ന് അയാളുടെ മുഖഭാവം മാറ്റിക്കൊണ്ട് എന്നോട് ചോദിച്ചു, "രമ്യ നല്ല സുന്ദരിയാണ്. റാം അറിയാതെ ഒരു ദിവസം എനിക്ക് തരുമോ?" അത് കേട്ടതും എൻ്റെ നെഞ്ചിലൂടെ ഒരു ഇടിമിന്നൽ പാഞ്ഞുപോയി. എന്താണ് കേട്ടത്? എനിക്ക് ആ നിമിഷത്തെ വിശ്വസിക്കാൻ കഴിയാതെയായി.
ദേഷ്യത്തോടെ ഇരുന്നിടത്ത് നിന്ന് ചാടി എഴുന്നേറ്റു. എൻ്റെ മുഖഭാവം മാറിയെന്ന് കണ്ടപ്പോൾ അയാൾ വിഷയം മാറ്റിക്കൊണ്ട് പറഞ്ഞു, രമ്യ പേടിച്ചു പോയോ? ഇതൊക്കെ കൗൺസിലിങ്ങിൻ്റെ ഭാഗമാണ്. പിന്നീട് അയാൾ പറഞ്ഞതൊന്നും ഞാൻ കേട്ടില്ല. വേഗം തന്നെ മുറിവിട്ടിറങ്ങി. സങ്കടവും ദേഷ്യവും കൊണ്ട് പോകുന്ന വഴിയിൽ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. കൂടെയുണ്ടായിരുന്ന സജ്ന എന്നോട് കാര്യം തിരക്കിയെങ്കിലും ശബ്ദം പുറത്തു വരുന്നുണ്ടായിരുന്നില്ല. തിരികെ പുനർജനിയിലെത്തിയപ്പോൾ റാം കുഞ്ഞുമായി വാതുക്കൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയം എനിക്ക് റാമടക്കമുള്ള ആൺവർഗത്തിനോട് കഠിനമായ ദേഷ്യവും വെറുപ്പും തോന്നി. ഏറെ നേരത്തിന് ശേഷമായിരുന്നു സംയമനം വീണ്ടെടുത്തത്. ജോസഫ് എന്നോട് പറഞ്ഞ കാര്യം ഞാൻ മുറിയിലെ മറ്റ് സ്ത്രീകളോട് പറഞ്ഞപ്പോൾ അവർക്കും സമാനമായ അനുഭവമുള്ളതായി എന്നോട് പറഞ്ഞു. പക്ഷേ അവരാരും തന്നെ അവരുടെ ഭർത്താക്കന്മാരെ ഓർത്ത് പ്രതികരിച്ചില്ല. അവരുടെ ചികിത്സ പാതിയിൽ മുടങ്ങുമെന്ന് ഭയന്ന് അവർ മൗനം പാലിച്ചു. അത്രയും ദുർബലരും നിസ്സഹായരുമായ സ്ത്രീകളുടെ നിരാലംബതയെ മുതലെടുക്കാൻ ശ്രമിക്കുന്ന ക്രൂരനായ മനുഷ്യനെ ആയിരുന്നല്ലോ പലരും ദൈവമെന്ന് വിളിച്ച് ആരാധിക്കുന്നതെന്ന് ഓർത്തപ്പോൾ മനം പുരട്ടൽ അനുഭവപ്പെട്ടു. എല്ലാവരോടും യാത്ര പറഞ്ഞ് ആ സ്ഥാപനത്തിൻ്റെ പടിവിട്ടിറങ്ങുമ്പോൾ ജീവിതത്തിൻ്റെ അവസാനത്തെ പ്രതീക്ഷയും നഷ്ടപ്പെട്ടിരുന്നു. പിന്നിട്ട കുറച്ച് ദിവസങ്ങളെ ഓർക്കുമ്പോൾ ഇന്നും കനൽ കൂമ്പാരത്തിനുള്ളിൽ മൂടപ്പെട്ട അവസ്ഥയാണ്. ഇത് എഴുതുമ്പോഴും ഓർക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളെയാണ്. പിന്നീടുള്ള അവരുടെ ജീവിതം എന്താവാം? ആരൊക്കെ ജീവിതത്തിൻ്റെ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞിട്ടുണ്ടാവും? ആരൊക്കെ മരണം തിരഞ്ഞെടുത്തിട്ടുണ്ടാവും? ആരൊക്കെ സന്തോഷിക്കുന്നുണ്ടാവും? കൂടെ പിറപ്പെന്ന പോലെ എന്നെ ചേർത്ത് പിടിച്ച എൻ്റെ സ്ത്രീകളെ, വേദനയിൽ ചുട്ടുപഴുത്തിട്ടും സ്നേഹമെന്ന് പറഞ്ഞ് സ്വയം ഉരുകി ജീവിക്കുന്ന പെണ്ണുങ്ങളെ, ഈ ഓർമ്മകൾ നിങ്ങളുടേതും കൂടിയാണ്. ഈ അക്ഷരങ്ങൾ നിങ്ങളുടെ കണ്ണുനീരിൻ്റെ മഷി നിറച്ചതാണ്. പ്രതീക്ഷയെല്ലാം തിരികെ വീട്ടിൽ വന്ന് കയറുമ്പോൾ ദിവസങ്ങളോളം മൗനിയായി. അകത്തും പുറത്തും കനത്ത ശൂന്യത മാത്രമായിരുന്നു. ജോസഫ് സാറിൽ നിന്നുണ്ടായ അനുഭവം റാമിനോട് പറയുമ്പോൾ വേദന തൊണ്ടയിൽ കെട്ടി. വാക്കുകൾ മുഴുമിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ചേർത്ത് പിടിക്കാത്ത റാമിൻ്റെ കൈകളെ നുറുങ്ങുന്ന ഹൃദയത്തോടെ ഞാൻ നോക്കി. ഓരോ അനുഭവങ്ങളുടെയും അവസാനം ചിന്ത മരണത്തിൽ വന്ന് നിൽക്കുമായിരുന്നു. അന്നും മരണം മോഹിപ്പിച്ചു. ഈ വേദനകളിലെ പൊള്ളുന്ന മണ്ണടരുകൾ വകഞ്ഞു മാറ്റി കൈപിടിച്ച് കയറ്റാൻ വന്ന ആ ഒരാൾ എവിടെയോ ഇരുന്ന് എൻ്റെ ആത്മാവിനോട് മന്ത്രിച്ചു കൊണ്ടിരുന്നു, ഞാൻ നിന്നെ തേടി വരും.